ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തിനാണ് അക്ബർ എന്റെ പുറകെ നടക്കണത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തുടരുത്, ഒന്ന് വിളിക്കരുത്. ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പുള്ളി റിക്കവർ ആയി വന്ന ഒരു കംബാക്ക് ഉണ്ടല്ലോ, ഇതുപോലൊരു കംബാക്ക് ഞാൻ വേറെ ഒരാൾ ആ ആക്സിഡന്റ് പുള്ളിയുടെ മുഖവും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി പോയി സത്യം പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിക്കവർ ആയി വന്ന് ഇപ്പോഴും ചെയ്യണ കണ്ട എന്റെ അമ്മോ, കിടിലോ അല്ലേ, എന്ത് രസം, എന്ത് പെർഫെക്ഷനാ പുള്ളി ചെയ്യുന്ന ഓരോ സൗണ്ട്സും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ, എന്ത് കിടിലോന്ന് അറിയാം. എന്താ നീ ചേട്ടാ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ ഒന്ന് പോടാവുന്ന ഒരു കാര്യമില്ലാതെ വർത്താനം ഒന്നും പറയില്ലേ ഞാൻ ചേട്ടാ. നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. സുപ്രഭാതം ബിഗ് ബോസ്. ഹലോ നെവിൻ, നെവിൻ എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? ഇവരെല്ലാവരും പല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ട. എല്ലാരും കളിച്ചത് കാട് മാത്രമല്ല, ഈ ആർട്ടിഫിഷ്യൽ കുളസ് ഉണ്ടല്ലോ, ഇരുന്നാലും കരയും കിടന്നാലും കരയും, കരഞ്ഞോണ്ടേ ഇരിക്കുക. കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ, മാത്രമല്ല പെരുന്നാളിന് അറക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബലിമൃഗമാവാൻ എനിക്ക് മനസ്സില്ല ലാലേട്ട. എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട്, സാബുമാനെ കാണാനില്ല. ആ ലാലേട്ടാ, ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ലാലേട്ട. ക്യാപ്റ്റൻ ആയ ശേഷം കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഹലോ ആര്യൻ, എനിക്കൊന്നും അറിയില്ല ചേട്ടാ, ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാലോ ചേട്ടാ, അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായിരുന്നു, എനിക്കിപ്പോ ഒരു ക്ലാരിറ്റി എന്റെ ആയിട്ടുണ്ട് ചേട്ടാ. അപ്പൊ ആണെങ്കിൽ എപ്പോഴും പറയില്ല ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ചേട്ടാ. ഷാനവാസ്, ഇപ്പൊ കളിയൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? കളിയൊക്കെ സീക്രട്ട് ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല മോനെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. എല്ലാം മനസ്സിലായില്ല ഇയാൾ എന്താണിത്? എന്ത് നിങ്ങൾ ഇവിടത്തെ ബിഗ് ബോസിൽ ആരെയും സപ്പോർട്ട് ചെയ്യണേ? അക്ബർ 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 അല്ല അക്ബർ. അതാരത് പറഞ്ഞത്? ഷാനവാസ്, എന്താണിത്? ഇത്രയും നാള് കൂടെ നടന്നിട്ട് ഇവരുടെ പേര് പോലും അറിയാത്ത. ഇല്ല, ഞാൻ കാണാറില്ല കേട്ടത്, സീരിയസ് ആയിട്ട് ഞാൻ കാണാറില്ല. എനിക്ക് അറിഞ്ഞൂടാ. അനീഷ് നൂറയാണ് വിഷയം.